ഞാൻ ശ്രുതികൃഷ്ണ കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ ഡയറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. ആരോഗ്യകരമായ ഒരു ഭക്ഷണ രീതി പാലിക്കുന്നത് വഴി പോഷകാഹാരക്കുറവും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കാൻ വേണ്ടി കഴിയുന്നതാണ്. കുട്ടികൾ, കൗമാരക്കാർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന സ്ത്രീകൾ എന്നിവരിൽ ഈ പോഷകാഹാരങ്ങളുടെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഗർഭാവസ്ഥയിൽ അമ്മ കാലോറി, പ്രോട്ടീൻ, ധാതുലവണങ്ങൾ, വൈറ്റമിൻസ് എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ ശരിയായ രീതിയിൽ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിന്റെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നു. 5 ഭക്ഷണ ഗ്രൂപ്പുകളിൽ നിന്നുള്ള, അതായത് ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പാല്, പാലുൽപ്പന്നങ്ങൾ, മീന്, മുട്ട എന്നിവയും ദിവസേന ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഈ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, ക്രമം തെറ്റിയുള്ള ഭക്ഷണ രീതി എന്നിവ അമ്മയ്ക്ക് ലഭിക്കേണ്ട പ്രോട്ടീൻ്റെ കാലോറിയുടെ അളവ് കുറയ്ക്കുന്നു. ഇത് പാലുൽപ്പന്നത്തെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. ഗർഭിണികൾക്ക് ആഹാരം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതും. കുറഞ്ഞത് ഒരു ദിവസം 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഗാലറ്റോകോക്കോസ് അടങ്ങിയ ഭക്ഷണങ്ങളായ ജീരകം, വെളുത്തുള്ളി, ബദാം, മുളപ്പിച്ച പയർ എന്നിവ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത് പാലുൽപാദനത്തെ കൂട്ടാൻ സഹായിക്കുന്നതാണ്. 6 മാസം വരെ അമ്മയുടെ മുലപ്പാലാണ് കുഞ്ഞിന് പ്രധാനപ്പെട്ടത്. 6 മാസത്തിന് ശേഷം മുലപ്പാലിനോടൊപ്പം തന്നെ ധാന്യക്കുറുക്കുകൾ, പഴച്ചാറുകൾ, പച്ചക്കറികൾ വേവിച്ചുടച്ചത് എന്നിവ കൂടെ നൽകി തുടങ്ങാവുന്നതാണ്. 1 വയസ്സ് മുതൽ വീട്ടിലുണ്ടാക്കുന്ന സമീകൃത ആഹാരം തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. പുറത്തുനിന്നുള്ള പ്രോസസ്ഡ് ഫുഡ്സ്, ഫ്രൈഡ് ഐറ്റംസ്, ബേക്കറി ഐറ്റംസ് എന്നിവ ഒഴിവാക്കേണ്ടതാണ്. അതുവഴി ഭാവിയിൽ വരുന്ന ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ശരിയായ ഭക്ഷണ രീതി പാലിക്കുന്നത് വഴി ഈ ജീവിതശൈലി രോഗങ്ങളായ അമിതവണ്ണം, പ്രമേഹം, ഹൃദ്രോഗം എന്നിവ ഒരു പരിധിവരെ നമുക്ക് ചെറുക്കാൻ കഴിയുന്നതാണ്. ഒരു രാജ്യത്തിന്റെ പുരോഗതി ജനങ്ങളുടെ ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ ഒരു പോഷകാഹാര പ്രധാനമായ ജീവിതശൈലി പിന്തുടരാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ.